ഓക്കെ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് 34ാമത്തെ ചോദ്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും സാധാരണഗതിയിൽ ചോദിക്കുന്ന, നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് ഈ പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. ഇതിൽ രണ്ട് ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ഒന്ന്, ഈ പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് ചിലപ്പം ചോദിക്കും. ഓക്കെ, ഇതൊരു 2-3 മാർക്കിന് ചിലപ്പം സെപ്പറേറ്റ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമ്മളോട് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഈ ഗ്രാഫ് വരച്ചിട്ട് പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ അടയാളപ്പെടുത്താനാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്. സാധാരണഗതിയിൽ 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ സമ്പൂർണ്ണ കിടമത്സരം എന്നൊക്കെയാണ് ഇതിൻ്റെ മലയാളം തോന്നുന്നുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ. അങ്ങനെ ഒരു മാർക്കറ്റ് ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് നമ്മളൊരു അസംഷൻ, തിയറിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാങ്കല്പിക മാർക്കറ്റാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലാർജ് നമ്പേഴ്സ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഇവിടെ ഒരുപാട് ആൾക്കാർ വാങ്ങാനും ഒരുപാട് ആൾക്കാർ വിൽക്കാനും ഉണ്ടാകും. നമ്മൾ നേരത്തെ മൊണോപ്പൊളിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയൊരു സംഭവം, അവിടെ ഒരാൾ മാത്രമേ മാർക്കറ്റിലുള്ളൂ എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയാം. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രത്യേകത, ഇവിടെ ഒരുപാട് ആൾക്കാർ വാങ്ങാനും ഒരുപാട് ആൾക്കാർ വിൽക്കാനും ഉണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തത്, ഒരുപാട് ആൾക്കാർ വാങ്ങാനും ഒരുപാട് ആൾക്കാർ വിൽക്കാനും. പിന്നെ രണ്ടാമത്താണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഒന്ന് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്നാണ്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ സ്ഥലത്തുള്ള പ്രൊഡക്റ്റുകളും ഒരേ പ്രൊഡക്റ്റാണ്, ഒരേ ക്വാളിറ്റിയാണ്, ഒരേ നിറമാണ്, ഒരേ രുചിയാണ്, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ഫീച്ചർ, രണ്ടാമത്തെ ഫീച്ചർ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതാണ് യൂണിഫോം പ്രൈസാണ്. യൂണിഫോം പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസായിരിക്കും. ഒറ്റ സ്ഥലത്ത് എന്തുണ്ടാവില്ല, പ്രൈസിൽ മാറ്റം ഉണ്ടാവില്ല. അപ്പം ഒരുപാട് ആൾക്കാർ വാങ്ങാനുണ്ട്, ഒരുപാട് ആൾക്കാർ വിൽക്കാനുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഒരേ പ്രൊഡക്റ്റാണ്. മൂന്നാമത്തത് എല്ലാ പ്രൊഡക്റ്റ് മീൻസ് എല്ലാ സ്ഥലത്തും ഒരേ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞില്ലേ. ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഒറ്റ പ്രൊഡക്റ്റുകളുള്ളൂ കേട്ടോ മാർക്കറ്റിൽ. എല്ലാ കടയിലും ഈ പ്രൊഡക്റ്റിൻ്റെ വില യൂണിഫോം പ്രൊഡക്റ്റാണ്, യൂണിഫോം പ്രൈസാണ്, ഒരേ വിലയാണ്. സ്വാഭാവികമായിട്ടും നാലാമത്തെ നമുക്ക് വീണ്ടും വൈമെന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും. അതെന്താണെന്നറിയോ? ഒരേ മാതിരി സാധനമാണെന്ന്, അതുപോലെ ഒരേ പ്രൊഡക്റ്റ്, ഒരേ പ്രൈസാണ്. ഇതുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന വേറൊരു സംഭവമാണ്, എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ട്. പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. നിലവിലെ മാർക്കറ്റിലെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരേ ഹോമോജീനിയസ് പ്രൊഡക്റ്റാണ്, ഒരേ പ്രൈസാണ്. അപ്പോൾ ഈ ഒരേ പ്രൈസാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവുമെന്ന് മനസ്സിലായി. പിന്നെ ഇനി നമുക്ക് വേറെ അയിമെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും. അതെന്താണെന്നറിയോ? പിന്നെ ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരസ്യം കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ. കാരണം എല്ലാ കടയിലും ഒരേ വില അല്ലേ. അപ്പോൾ പിന്നെ പരസ്യം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഞാൻ പരസ്യം കൊടുത്ത് എൻ്റെ കടക്ക്, പക്ഷേ ആൾക്കാർ വാങ്ങൽ എവിടുന്ന്? എൻ്റെ കടയിൽ നിന്നാണോ? അല്ല, ആൾക്കാർ അടുത്തുള്ള കട ഏതാണോ അവിടെ നിന്ന് വാങ്ങും. കാരണം എല്ലാ സ്ഥലത്തും ഒരേ ക്വാളിറ്റിയാണ്, എല്ലാ സ്ഥലത്തും ഒരേ പൈസയാണ്. പിന്നെ നമ്മൾ വെറുതെ പൈസയും കൊടുത്താൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്കതുകൊണ്ട് ഉപകാരം കിട്ടിയില്ല എന്ന് വരും. ഇനി ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മാർക്കറ്റിലേക്ക് വരാം, ഏത് സമയത്തും മാർക്കറ്റിൽ നിന്ന് പോവുകയും ചെയ്യാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിയന്ത്രണം ഉണ്ടാവില്ല, അതിന്മേലുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് എന്താക്കിയാൽ മതി, നിങ്ങൾ എഴുതിയാൽ മതി. ഒന്ന്, ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങാനും കൊടുക്കാനുണ്ട്. രണ്ടാമത്, എല്ലാ സ്ഥലത്തും ഒരേ പ്രൊഡക്റ്റേ ഉള്ളൂ, ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഒരേ ക്വാളിറ്റിയാണ്. മൂന്നാമത്തത്, എല്ലാ സ്ഥലത്തുള്ള പ്രൊഡക്റ്റിന് ഒരേ പൈസയാണ്. പിന്നെ നാലാമത്തത്, എല്ലാവർക്കും മാർക്കറ്റിനെ കുറിച്ച് ബോധ്യമുണ്ട്. പിന്നെ അഞ്ചാമത്തത്, ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റിലേക്ക് വരാം, ഏത് സമയത്ത് വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് പോവാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് നിയന്ത്രണം ഉണ്ടാവില്ല, അതിന്മേലില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും 6 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 3 കണ്ടീഷനുകളുണ്ട്. പ്രൊഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ള പൊസിഷനിലെത്താൻ, അല്ലെങ്കിൽ ആ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് 3 കണ്ടീഷൻ ഉണ്ട്. ആ 3 കണ്ടീഷൻ നമ്മൾ ഒന്ന് പറയാം. അതിന് ശേഷം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം.
അതിൽ 3 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കണ്ടീഷന് ഇതിൽ വേറെ കാര്യം കൂടെ മനസ്സിലാക്കാണ്ട് ഇവിടെ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് റണ്ണ് ലോങ് റണ്ണ്. ഇവിടെ ഷോർട്ട് റണ്ണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് ഷോർട്ട് റണ്ണ്, എന്താണ് ലോങ് റണ്ണ് എന്നുള്ള ഒരു ബോധം കൂടെ നമുക്ക് വേണം കേട്ടോ. ഷോർട്ട് റണ്ണ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ സാധാരണ ബിസിനസ്സിൻ്റെ അവസ്ഥയിൽ രണ്ട് കാലഘട്ടത്തെക്കുറിച്ച് പറയലുണ്ട്. അതിൽ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണാണ്, ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണാണ്. ഈ ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു ബിസിനസ് നടത്തുമ്പോൾ എന്തിൻ്റെ കച്ചവടം, ഹോട്ടലായിക്കോട്ടെ. ഈ ഹോട്ടലിലെ ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിലാളികളൊക്കെ എന്താക്കാൻ പറ്റും, എണ്ണം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതേസമയം സ്ഥലം എന്താക്കാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഷോർട്ട് റൺ എന്ന് പറയുക. ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത അതിലുള്ള എല്ലാ ഇൻപുട്ടിനെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല, ചേഞ്ച് ആക്കാൻ പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ രണ്ട് കോസ്റ്റ് ഉണ്ടാവും. ഹോട്ടലിലെ രണ്ട് കോസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മാറാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹോട്ടലിൻ്റെ ബിൽഡിങ്, ഹോട്ടലിൻ്റെ സ്ഥലം, ഇതിനൊക്കെ ചിലപ്പോൾ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ടാവും. ഇതിൻ്റെ കോസ്റ്റ് എന്താവില്ല, ആ സമയത്ത് മാറില്ല എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അതേസമയം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ, അവിടെ മാറ്റുന്ന സാധനങ്ങൾ. ഉദാഹരണത്തിന് ഹോട്ടലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പൊറാട്ടൻ്റെ എണ്ണം, മാവിൻ്റെ എണ്ണം, മൈദൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യാം. തൊഴിലാളികളുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്ന സാധനത്തിന്മേൽ വരുന്ന ചിലവിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നും, മാറ്റാൻ പറ്റാത്ത സാധനത്തിന്മേൽ വരുന്ന ചിലവിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്നും പറയും. അപ്പോൾ രണ്ട് സാധനം ഇവിടെ ഉണ്ടാകുക, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഷോർട്ട് റണ്ണിൽ എന്തുണ്ടാവുന്നോ, ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അതേസമയം ലോങ് റണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, അവിടെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ല. എല്ലാ സാധനത്തെയും നമുക്ക് എന്താക്കാൻ പറ്റും, മാറ്റാനുള്ളൊരു സമയം അവിടെ കിട്ടും. ഉദാഹരണത്തിന് ഹോട്ടലാണെങ്കിൽ തന്നെ അവിടുത്തെ മൈദ നമുക്ക് ആദ്യം മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ്, അതിൻ്റെ പുറമെ എന്ത് മാറ്റാൻ പറ്റും, ബിൽഡിങ് മാറ്റാൻ പറ്റും, അതിനുള്ള സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സ്ഥലം, ലാൻഡ് മാറ്റാൻ പറ്റും, തൊഴിലാളികളെ മാറ്റാൻ പറ്റും. ഈ ലോങ് റണ്ണിൽ എന്തുണ്ടാവില്ല എന്നോ, ഫിക്സഡ് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാവില്ല, എല്ലാത്തിനെയും നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ലോങ് റണ്ണ്, ഷോർട്ട് റണ്ണ് എന്നുള്ള കൺസെപ്റ്റ്. അത് ആദ്യം എന്താക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് നമ്മൾ എന്താവുകയാണെന്നറിയോ, ഈ 3 കണ്ടീഷനെ കുറിച്ചായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത്, ഈ കണ്ടീഷനുകൾ എന്തായാലും ഇതിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഗ്രാഫ് വരയ്ക്കുന്ന കൂട്ടത്തിൽ എന്താക്കണം, ഈ കണ്ടീഷൻ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം. ഇതെന്തായാലും പഠിച്ചോട്ടോ, ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു 99% ഉറപ്പുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ കണ്ടീഷന് പ്രൈസും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റും തുല്യമായിരിക്കും. പ്രൈസ് മാർജിനൽ കോസ്റ്റിനോട് തുല്യമായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, MC നോൺ ഡിക്രീസിങ് ആണെന്ന്. നോൺ ഡിക്രീസിങ് ഓരോന്ന് നമ്മൾ വിശദീകരിക്കട്ടോ എന്താണെന്നുള്ളത്. MC നോൺ ഡിക്രീസിങ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിന് വേറെ സാധനം കൂടെ ഉണ്ട്. ഇത് രണ്ടാമത്തെ തന്നെയാണ്. MC കർവ്, MC കർവ് കട്ട്, MC കർവ് എന്താക്കണമെന്നോ, നമ്മളെ MRനെ താഴേന്ന് കട്ട് ചെയ്യണം എന്നാണ് പറയണത്. കട്ട് ഫ്രം ബിലോ ഒക്കെ നമ്മൾ വിശദീകരിക്കട്ടോ. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞത്, പ്രൈസ് ഒന്നുകിൽ എന്താവണമെന്നോ, കൂടുതലോ അതല്ലെങ്കിൽ തുല്യമോ ആയിരിക്കണം. എന്തിനോടെന്നറിയോ, ABCയോട്. ഇങ്ങനെ 3 കണ്ടീഷനാണ് പറയണത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ നിങ്ങൾ ആദ്യം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ പറഞ്ഞു കൊടുത്ത് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ സാധനത്തിനും ഒരേ വിലയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനത്തിനും ഒരേ വിലയാണ്. ഒരേ വില ആകുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സാധനം വിറ്റ് 10 റുപ്യ കിട്ടി. അപ്പോൾ 10 സാധനം വിറ്റാൽ നമുക്ക് എത്ര കിട്ടുക, 100 റുപ്യ കിട്ടുക. ഈ വിലയിൽ എന്തുണ്ടാവില്ല, ഒരു കുറവും ഉണ്ടാവില്ല. അത് നമ്മളെന്താക്കണം, ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി പ്രൈസ് MC അതുപോലെ തന്നെ പ്രൈസും MRും ഇതും എന്തായിരിക്കും, ഈ എല്ലാ സമയത്തും
തുല്യമായിരിക്കും. എവിടെയാണെന്നറിയോ? ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ എന്നർത്ഥം. മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് അധികം വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അധികം പൈസനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാർജിനൽ റവന്യൂ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കട്ടോ, നിങ്ങൾ ഒരു സാധനം വിറ്റപ്പോൾ 10 റുപ്യ കിട്ടി, 2 സാധനം വിറ്റപ്പോൾ 20 റുപ്യ കിട്ടി, 3 സാധനം വിറ്റപ്പോൾ 30 റുപ്യ കിട്ടി. ഇങ്ങനെയല്ലേ പോകുള്ളൂ? കാരണം എത്ര സാധനം വിറ്റാലും ഒരേ പൈസ ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ നിങ്ങൾക്ക് ഒരു സാധനത്തിൽ നിന്ന് രണ്ടാമത്തെ സാധനം വിറ്റപ്പോൾ നിങ്ങൾക്ക് എത്ര അധികം കിട്ടിയത്? 10 റുപ്യ. അപ്പോൾ ഈ മാർജിനൽ റവന്യൂ എത്രയാണ്? 10 ആണ്. 2 നിന്ന് മൂന്നാമത്തെ സാധനം അധികം വിറ്റപ്പോൾ എത്രയാണ് കിട്ടിയത്? 10 റുപ്യ. അപ്പോൾ ഇവിടെ മാർജിനൽ റവന്യൂ എത്രയാണ്? 10 റുപ്യാണ്. അപ്പോൾ എപ്പോഴും മാർജിനൽ റവന്യൂ എത്രയാണ് ഉണ്ടാകുക? 10 തന്നെയാണ് ഇങ്ങനെ പോയാലുണ്ടാവുക. അതായത് ഇവിടെ പ്രൈസ് എത്രയാണ്? 10 റുപ്യ. മാർജിനൽ റവന്യൂ എത്രയാണ്? 10 റുപ്യാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും പ്രൈസും MRും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നെന്താക്കുക? മനസ്സിലാക്കുക. ഇനി MR മാത്രമല്ല, ആവറേജ് റവന്യൂ എന്തായിരിക്കും? തുല്യമായിരിക്കും. പ്രൈസ്, MR, AR ഈ 3 സാധനം എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് AR എന്താണെന്നുള്ളത് എന്താക്കണം? മനസ്സിലാവണം. AR കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 10 സാധനം വിറ്റാൽ, പിന്നെ ഇനി അതല്ലേ ഞാൻ 20 സാധനം വിറ്റെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ സാധനത്തും നിന്നും എനിക്ക് എത്രയാണ് റവന്യൂ കിട്ടുന്നത്? ഇതിനാണ് നമ്മൾ AR എന്ന് പറയുക. ഇപ്പം നമ്മൾ ഒരു സാധനത്തിൻ്റെ വില 10 റുപ്യാണ് നമ്മളിവിടെ പറഞ്ഞില്ലേ. ഞാൻ എന്താക്കി? 200 റുപ്യക്ക് സാധനം വിറ്റ്. 200 റുപ്യക്ക് സാധനം വിറ്റ്. 200 റുപ്യക്ക് എത്ര സാധനം വിറ്റത്? ഞാൻ 20 സാധനം വിറ്റ്. അല്ല വേണ്ട, ഇങ്ങനെ വേണ്ട. ഒരു സാധനം വിറ്റാൽ എനിക്ക് എത്ര കിട്ടുക? 10 റുപ്യ. 2 സാധനം വിറ്റാൽ എത്ര കിട്ടുക? 20 റുപ്യ. 3 സാധനം വിറ്റാൽ എത്ര കിട്ടുക? 30 റുപ്യ. 4 സാധനം വിറ്റാൽ 40 റുപ്യ. 40 റുപ്യ വിറ്റാൽ 40 റുപ്യക്ക് എത്ര സാധനം വിറ്റത്? ഞാൻ 4 സാധനമല്ലേ വിറ്റത്. അപ്പോൾ ആവറേജ് റവന്യൂ എത്രയാണ്? 10 ആണ്. അപ്പോൾ ആവറേജ് റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യം ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 10 എണ്ണം വിറ്റാൽ എനിക്ക് 100 കിട്ടും. ഇതാണ് ടോട്ടൽ റവന്യൂ. ആവറേജ് റവന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ 100 റുപ്യക്ക് ഞാൻ എത്ര എണ്ണം വിറ്റത്? 10 എണ്ണം വിറ്റത്. അപ്പോൾ എനിക്ക് ഓരോന്നും എത്ര പൈസ കിട്ടിയത്? ഇതാണ് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞത്. ഓരോന്നും എത്ര കിട്ടിയെന്നുള്ളതാണ് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞത്. MR എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തേന്ന് രണ്ടാമത്തേലേക്ക് വിറ്റപ്പം, ഒന്നാമത്തെ സാധനം വിറ്റ് രണ്ടാമത്തെ സാധനം വിറ്റപ്പോൾ എനിക്ക് എത്രയാണോ അധികം കിട്ടിയത്, അതിനെയാണ് നമ്മൾ MR എന്ന് പറയാം. ഇനി രണ്ടാമത്തേന്ന് നമ്മൾ മൂന്നാമത്തേലേക്ക് അധികം വിറ്റുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കിട്ടിയത്, അതിനാണ് നമ്മൾ MR എന്ന് പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പ്രൈസും ARും MRും ഈ 3 സാധനം എന്തായിരിക്കും? ഈ പെർഫെക്റ്റ് കണ്ടീഷനിൽ, പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എപ്പോഴും തുല്യമായിരിക്കും എന്നെന്താക്കുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് നമ്മൾ കണ്ടീഷനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ അത് മനസ്സിലാക്കണം. എന്നാലേ എന്താവുള്ളൂ, ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ തിരിയുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്, ഈ 3 കണ്ടീഷനും ഒത്തായിട്ടൊരു ഗ്രാഫ് എന്താക്കുകയാണ്? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താവണമെന്നോ, MCൻ്റെയും അതുപോലെ തന്നെ ASൻ്റെയും ഒക്കെ ഡയഗ്രാമിൻ്റെ രൂപം അത് നിങ്ങൾക്ക് ആദ്യം എന്താവണം? ഒന്ന് മനസ്സിലാവണം. അത് ഇങ്ങനെ ഉണ്ടാവുക. MC എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. ASയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക കേട്ടോ. അതാദ്യം എന്താക്കണം? മനസ്സിലാക്കി വെക്കണം. AC, MC നമ്മൾ സാധാരണ പറയൽ U ഷേപ്പ് എന്നാണ് പറയൽ. ASയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ആദ്യം ഒന്ന് ഫാൾ ആവും, പിന്നൊന്നെന്താവും? റൈസ് ആവും. രണ്ടും ഏകദേശം ഒരേ രൂപത്തിലാണ്. ASൻ്റെയും MCൻ്റെയും എന്തുണ്ടാവൽ? പിന്നെ കർവ് ഉണ്ടാവൽ, ഗ്രാഫ് ഉണ്ടാവൽ. ഇനി നമ്മൾ എന്താക്കുകയാണ്? 3ഉം യോജിപ്പിച്ചായിട്ട് ഒരു പിന്നെ ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണ്. നോക്കിക്കോ, മേലോട്ട് ഇത് പ്രൈസാണ്, ഇത് ക്വാണ്ടിറ്റിയാണ്. ആദ്യം നമ്മൾ വരയ്ക്കണം എന്താണെന്നറിയോ? ഇത് വരച്ച്, ഇത് ഏതാണെന്നറിയോ? പ്രൈസാണ്. ഇതാണ് കേട്ടോ. ഇത് പ്രൈസിൻ്റെ സാധനമാണ്. ഇവിടെ നമ്മളിതാ ഒരു 10 റുപ്യ, 20 റുപ്യ, 30 റുപ്യ അങ്ങനെ കൊടുത്താൽ മതി. 30 വിചാരിക്കുക. ഇത് പ്രൈസ്. ഇവിടെ നിങ്ങൾ എന്ത് രേഖപ്പെടുത്തണം എന്നറിയോ? പ്രൈസ് സമം AR സമം MR. ഈ പ്രൈസ് എന്താണ്, AR എന്താണ്, MR എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത രേഖപ്പെടുത്തേണ്ടത് MC തൽക്കാലം നമ്മളിങ്ങനെ അങ്ങോട്ട് രേഖപ്പെടുത്തി. ഓക്കെ, MC നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമുക്ക് അടുത്ത രേഖപ്പെടുത്താനുള്ള സാധനം, സാധാരണഗതിയിൽ പിന്നെ 3 ഗ്രാഫാണ്. ഇത് നിങ്ങൾ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ.
അടുത്ത നമ്മളിതാ എം സി അല്ല ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയത്. എം സി എന്തായി നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ അടുത്തത് ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞത്, ഒന്ന് എം സി ആയി, എം സി എം ആർ അതും ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നുള്ളത് എ വി സി ആണ്. ഓക്കെ, എ വി സി എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് കേട്ടോ. എ വി സി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവണം, ഇത് ഷോർട്ട് റൺ ആണ് എന്നുള്ളത്. കാരണം വേരിയബിൾ കോസ്റ്റ് എന്ന് സെപ്പറേറ്റ് എവിടെ മാത്രമേ പറയുള്ളൂ, പിന്നെ ഷോർട്ട് റണ്ണിലേ പറയുള്ളൂ. കാരണം അവിടെയാണ് വേരിയബിളും ഫിക്സഡും സെപ്പറേറ്റ് ഉള്ളൂ. ലോങ് റണ്ണിൽ എന്തില്ല, ഫിക്സഡ് പിന്നെ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനമില്ല. അപ്പോൾ അതെന്താക്കുക, പ്രത്യേകമാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്കിവിടെ എ ബി സി ആണ് എന്താവുള്ളത്, വരക്കാനുള്ളത്. എ ബി സി നമ്മളിവിടെ വരക്കുക കേട്ടോ. എ ബി സി എന്താക്കി നമ്മളിവിടെ വരച്ച്. എ ബി സി നമ്മളെന്താക്കി ഇവിടെ വരച്ച്. ഗ്രാഫ് ഒന്നും കൂടെ മാറ്റി വരക്കട്ടോ. ഇത് പ്രൈസിൻ്റെ ഭാഗം, ഇത് ക്വാണ്ടിറ്റിൻ്റെ ഭാഗം. പ്രൈസ് എന്താക്കുകയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താൻ കേട്ടോ. ഇവിടെ നമ്മൾ പ്രൈസ് എ ആർ എം ആർ, ഇതാണ് എ ആറും തന്നെയാണ്, പ്രൈസും തന്നെയാണ്, എ ആറും തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എ ആർ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എന്തില്ല, കുഴപ്പമില്ല. ഞാനിതവിടെ പിന്നെ ഈ ഒരു ഷേപ്പിൽ എം സി എന്താക്കി ഞാൻ വരച്ച്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വരക്കണ ഏതാണ്, പിന്നെ എ വി സി ആണ്. എ വി സി എന്താക്കി ഞാനിവിടെ വരച്ച്. അപ്പം ഇത് എ വി സി, ഇത് പിന്നെ എസ് എം സി. ഇനി നമ്മൾ ജസ്റ്റ് എന്താക്കുകയാണ്, ഈ ഒരു 3 കണ്ടീഷൻ ഇവിടെ ഉത്തരം നോക്കുക. ഒന്ന്, പ്രൈസ് എം സിയോട്, ഇതാണ് കേട്ടോ ഈ എസ് എം സി എന്ന് പറഞ്ഞ സാധനം, എ ആണ് ഈ സാധനം കേട്ടോ എം സി എന്ന് പറഞ്ഞത്. പ്രൈസ് എം സിയോട് തുല്യമായിരിക്കണം. ഇവിടെ നോക്ക്, എം സി ഇത് പ്രൈസിൻ്റെതാണ്, ഇതാണ് എന്ത് എസ് എം സിൻ്റെ സാധനം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, 2 സ്ഥലത്ത് എന്തുണ്ടെന്നോ ഇവിടെ എം സിയും പ്രൈസും തമ്മിൽ കൂട്ടിമുട്ടുണ്ട്. അതേതൊക്കെ, ഒന്ന് ഈ സ്ഥലവും ഒന്ന് ഈ സ്ഥലവും. അപ്പോൾ 2 സ്ഥലമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെ. പക്ഷെ ഒന്നാമത്തെ കണ്ടീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. 2 സ്ഥലം ഉണ്ടാവില്ല, ഒരു സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ബാക്കിയുള്ള 2 കണ്ടീഷനും കൂടെ വരുമ്പോൾ എന്താവുന്നോ അത് തീരുമാനമാവും. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്ക്, എം സി നോൺ ഡിക്രീസിങ് ആവണം എന്നാണ് പറഞ്ഞത്. എം സി നോൺ ഡിക്രീസിങ്, അതല്ലെങ്കിൽ എം സി കട്ട് എം ആർ ഫ്രം ബിലോ. എം സി, ഇതാണ് എം സി എന്ന് പറഞ്ഞ സാധനം. ഇത് എം ആറിനെ താഴേന്ന് കട്ട് ചെയ്യണം. ഇതല്ലേ എം ആർ എന്ന് പറഞ്ഞ സാധനം. ഇത് മേലെന്ന് വരുമ്പോഴല്ലേ കട്ട് ചെയ്യണത്, എന്നാൽ ഇത് കട്ട് ചെയ്യണത് താഴേന്ന് വരുമ്പോഴല്ലേ. അപ്പോൾ എന്തായി, ഈ പോയിൻ്റാണെന്ന് ഫിക്സായി. മനസ്സിലായോ? എം സി എന്താവണം, നോൺ ഡിക്രീസിങ് ആവണം. നോൺ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, കുറയാതിരിക്കണം എന്നാണ്, അതായത് കൂടണം. ഇവിടെ കൂടുകയാണോ ചെയ്യണത് എം സി, അല്ല ഇവിടെ കുറയാണ്. അപ്പോൾ ഇത് പറ്റൂല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പിന്നെ ഇതാണുള്ളത്. ഇത് അടുത്ത സെൻറ്റൻസ് കൊണ്ട് എന്തായിരുന്നു നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാൻ പറ്റും. എം സി കട്ട് എം ആർ, എം സി ആണിത്, ഇത് എം ആർ ആണ്, ഇതിനെ കട്ട് ചെയ്യുന്നുണ്ട് അവിടുന്ന് ഫ്രം ബിലോ. അപ്പം ഈ പോയിൻ്റ് ഒഴിവായിട്ടോ. ഇനി നമുക്ക് ഈ പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ 2 കണ്ടീഷനും കൂടെ ഒത്ത ഈ പോയിൻ്റ്. ഇനി മൂന്നാമത്തെ പോയിൻ്റ് നോക്കുക. മൂന്നാമത്തെ പോയിൻ്റിൽ എന്താ പറയണത്, പ്രൈസ് എന്താവണമെന്നോ, പിന്നെ എ ബി സിയോട് പിന്നെ ഒന്നുകിൽ അതിനോട് തുല്യമാവണം, അതല്ലെങ്കിൽ പ്രൈസ് എന്താക്കണം, കൂടണം. ഇവിടെ നോക്ക്, ഈ സ്ഥലത്ത് പ്രൈസ് എ ബി സി എവിടെയുള്ളത്, ഇതല്ലേ എ ബി സി. ഇവിടെയാണ് എ ബി സിൻ്റെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആട്ടോ. കോസ്റ്റ് വരുന്നത് ഇവിടെയാണ്. ഇത് പ്രൈസിനേക്കാൾ താഴെ വേണമെന്നാണ് പറഞ്ഞത്. താഴെയല്ലേ വന്നത്, ഒന്നുകിൽ താഴെ വേണം, അതല്ലെങ്കിൽ പ്രൈസിനോട് തുല്യമായിട്ട് എ ബി സി വേണം. ഇവിടെ താഴെ വന്നില്ലേ, എ ബി സി എവിടെ വരുന്നത് നോക്ക്, ഇവിടെയാണ് എ ബി സി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ്. ഇതുവരെയുള്ളത് കോസ്റ്റാണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പ്രോഫിറ്റാണ്. ഇനി ഈ എ ബി സി എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു സാധനം ഉണ്ടാക്കാൻ വരുമ്പോൾ ഉള്ള ചിലവിനെയാണ് നമ്മൾ എ ബി സി എന്ന് പറയാം. ചിലവ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കേട്ടോ. വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എ ബി സി എന്ന് പറയാം. ഇത് നമുക്ക് കിട്ടുന്ന പൈസയാണ്, കമ്പനിക്ക് കിട്ടുന്ന പൈസയാണ്. ഇത് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയാണ്. ഇത് നമ്മളെ കൈയിൽ നിന്ന് പോകുന്ന ചിലവുമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കിട്ടുന്ന പൈസ ഇവിടെയാണ് എന്ന് വിചാരിച്ചാൽ
ഇവിടെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് കിട്ടുന്ന പൈസ കുറവും നമുക്കുള്ള ചിലവ് കൂടുതലാണ്. അങ്ങനെ ആരെങ്കിലും ബിസിനസ് നടത്തുമോ? ഇല്ല. അപ്പോൾ ഇത് എവിടെ തന്നെ വരണം? ഇതിൻ്റെ മേലെ തന്നെ വരണം. ഇങ്ങനൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൈമെന്ന് മനസ്സിലാക്കുക, ഇതാണെന്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇനി ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നിങ്ങൾ എന്താക്കുകയാണെന്നോ, ഒരു പ്രൊഡക്റ്റും കൂടെ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റും കൂടെ നിങ്ങൾ അധികം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് പിന്നുള്ള സ്ഥലം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉള്ള ബിൽഡിങ് കൊണ്ട് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്ന പരമാവധി സാധനമാണ് ഇപ്പം നിങ്ങൾ നിർമ്മിക്കുന്നത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് ഒരു സാധനം കൂടെ അധികം ഉണ്ടാക്കണമെങ്കിൽ എന്താവണമെന്നോ നിങ്ങൾ പുതിയ ബിൽഡിങ് ഉണ്ടാക്കണം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നിങ്ങൾ പിന്നെ 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താക്കണം നിങ്ങൾ ആൻസർ ചെയ്യണം. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗ്രാഫ് വരച്ചു. എന്നിട്ട് എന്താക്കി? 3 സാധനം നമ്മളെന്താക്കി അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. പിന്നെ അതിൽ പ്രൈസും AR MR എന്തുകൊണ്ടാണ് ഇതിൽ എപ്പോഴും തുല്യമാവുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്.